മുതൽ കോച്ചിംഗ് സെന്ററുകളുടെ ലക്ഷ്യങ്ങൾ വേണ്ട, യുവാക്കൾക്ക് സൗജന്യ പരിശീലനം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മത്സര പരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസ പ്രഖ്യാപനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഉയർന്ന ഫീസ് ഈടാക്കുന്ന സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയ്ക്കാനായി തന്നെ രാജ്യവ്യാപകമായി തന്നെ സൗജന്യ ഓൺലൈൻ പരിശീലന സംവിധാനം ഒരുക്കുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിനിടയിലായിരുന്നു യുവാക്കൾക്കായി തന്നെ നിർണായക പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മത്സര പരീക്ഷകൾക്കായി തന്നെ സ്വകാര്യ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ വലിയ തുക ചിലവാക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ കുടുംബങ്ങൾക്കും സാമ്പത്തികമായി തന്നെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും വലിയ ബാധ്യതയാണ്. ഈ സാഹചര്യത്തിലാണ് പഠിക്കാനുള്ള അവസരം പണത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടരുത് എന്ന സന്ദേശവുമായി തന്നെ സൗജന്യ ഓൺലൈൻ പരിശീലനത്തിലേക്ക് കേന്ദ്രം നീങ്ങിയിരിക്കുന്നത്. എന്നാൽ പ്രഖ്യാപനം മത്സര പരീക്ഷകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. രാജ്യത്തെ 1 കോടി യുവാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക മേഖലകളിൽ സൗജന്യ നൈപുണ്യ പരിശീലനവും തൊഴിൽ അവസരങ്ങളിലേക്കുള്ള പിന്തുണയും ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള ആഗോള കായിക വേദികളിൽ ഇന്ത്യൻ യുവാക്കൾക്ക് കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ആവശ്യമായ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും പിന്തുണയും സർക്കാർ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കോച്ചിംഗ് ഫീസിന്റെ ഭാരം കുറയ്ക്കുവാനുള്ള നീക്കം മുതൽ തന്നെ AI യുഗത്തിനായി തന്നെ 1 കോടി യുവാക്കളെ സജ്ജമാക്കുന്ന പദ്ധതി വരെ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ 80ാമത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ യുവതലമുറയെ ലക്ഷ്യമിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ തന്നെയാണ്. അത് മാത്രമല്ല, യുവജനങ്ങളിൽ നിന്നുകൊണ്ട് തനിക്ക് ഒരു സഹായം വേണമെന്ന് മോദി പ്രസംഗത്തിൽ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. രാജ്യത്തെ സെൻസസ് നടപടികൾ നിരീക്ഷിക്കുകയും അതിനുവേണ്ട വിവരങ്ങൾ അവിടെ പൂരിപ്പിച്ചു നൽകാൻ മാതാപിതാക്കളെ സഹായിക്കണമെന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AI മേഖല യുവാക്കൾ നയിക്കട്ടെ എന്നും ഇന്ത്യയെ ആഗോള ഇന്നോവേഷൻ ഹബായി തന്നെ മാറ്റണമെന്നും ഇത് ഡാറ്റ സെന്ററുകളുടെയും അതുപോലെ തന്നെ റോബോട്ടിക്സിന്റെയും ഒക്കെ തന്നെ മറ്റ് നൂതന സാങ്കേതിക വിദ്യകളുടെയും കാലമായി തന്നെയാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകളുടെ എല്ലാം തന്നെ പ്രധാന ഹബായി ഇന്ത്യ മാറേണ്ടതുണ്ട് എന്നതും മോദി വ്യക്തമാക്കുന്നുണ്ട്. പ്രസംഗത്തിൽ രാജ്യത്തെ യുവാക്കളെ അദ്ദേഹം അവിടെ പ്രശംസിച്ചുകൊണ്ട് ആ പ്രശംസയിൽ മൂടുകയാണ് ചെയ്തിരിക്കുന്നത്. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവശക്തി അനിവാര്യമാണ് എന്നതും പറയുന്നുണ്ട്. യുവാക്കൾ വലിയ സ്വപ്നങ്ങൾ വെച്ചു പുലർത്തണം. 2047 തന്നെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള ദൗത്യം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കൊപ്പം തന്നെ യുവാക്കളുടെ തൊഴിൽ ആ ഒരു രീതിയിൽ അവരെ തോളോട് തോൾ ചേർത്ത് കൈപിടിച്ചുകൊണ്ട് തന്നെ അത് മുന്നേറണം എന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.